131ാമത് മാരാമൺ കൺവെൻഷന്റെ കുട്ടിപ്പന്തലിലെ 2ാം ദിവസത്തിലെ സമ്മേളനം പ്രാർത്ഥനയോടെ ആരംഭിക്കുകയാണ്. വന്നു ചേർന്ന എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ദൈവം നമ്മളുടെ ഈ കൂട്ടായ്മ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇനി ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്, പ്രാർത്ഥിക്കാൻ പോകും. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ദൈവമായ ഞങ്ങളുടെ കർത്താവേ, പ്രഭാതത്തിൽ ഞങ്ങളെ കൂട്ടിവരുത്തിയ അവിടുത്തെ കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. രാത്രിയിൽ നല്ല ഉറക്കം തന്നതിനാൽ സ്തോത്രം. ഈ ദിവസത്തേക്ക് വേണ്ടുന്നതായ എല്ലാ കൃപകളും അവിടുത്തെ കൃപയാൽ ഞങ്ങൾക്ക് തെരുമാറാകണം. സ്വർഗീയ പിതാവേ, ഈ സമ്മേളനം നിന്റെ സന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ടതായി അവിടുന്ന് ഞങ്ങൾക്ക് നൽകുമാറാകണം. വന്ന് കൂടിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചാട്ട് വരുവാനുള്ളവരെ കൂട്ടിവരുത്തിയാട്ട്. കർത്താവേ, ഇന്നലെ ഞങ്ങൾ പഠിച്ചതായ പാഠങ്ങളും പാട്ടുകളും ഞങ്ങളുടെ സ്മരണയിലേക്ക് അവിടുന്ന് കൊണ്ടുവരുമാറാകണമേ. അതിൻ്റെ നല്ല മൂല്യങ്ങൾ ഉൾക്കൊള്ളുവാൻ്റെ കൊണ്ട് ഞങ്ങളെ ഒരുക്കമുള്ളവരാക്കണമേ. ഇന്ന് പുതിയ കേൾവിക്കായിട്ട് ഞങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്താട്ട് നിന്റെ ദാസരായ ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് ശക്തീകരിക്കുകയും പറവാനും കേൾപ്പാനും ധ്യാനിപ്പാനും മനസ്സിൽ അതിന് രൂപാന്തരങ്ങൾ കൊണ്ടുവരുവാനും ഒക്കെയും ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമേ. സമ്മേളനത്തിൽ അധ്യവസാനം നിന്റെ കൃപ വ്യാപരിക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളെ അവിടുന്ന് പൊറുക്കണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നത് ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. എന്റെ രതീശങ്കളെ എവിടാ? ഇവിടെ. ഓ, ഞങ്ങളിത് രാവിലെ പാട്ടൊക്കെ പഠിക്കാനായിട്ട് ആദ്യം ഇങ്ങനെ ഓടി വന്നേക്ക. അപ്പൊ ഞങ്ങൾ ഇന്നലെ പഠിച്ച പാട്ടൊക്കെ പാടുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ ഇന്നലെ കുറെ പോയിന്റ് ഒക്കെ വാങ്ങിച്ചായിരുന്നു. ഉണ്ടായിരുന്നു. ആഹാ, 2 ഗ്രൂപ്പാ ഉള്ളേ. ഒന്ന് എത്തിഹാദും ഒന്ന് എമിറേറ്റ്സും. എമിറേറ്റ്സ് ഒന്ന് കൈയടിക്കാവുന്ന കൈയടിച്ച നല്ലപോലെ. ആ കേട്ടോ. പക്ഷെ എത്തിഹാദ് ഇപ്പൊ കൈയടിക്കുന്നത് കണ്ടോ? ഞങ്ങൾ ഇതിലേതാ നല്ലപോലെ കൈയടിക്കുന്നത് നോക്കട്ടോ. എത്തിഹാദ് കൈയടിച്ചേ. അപ്പൊ ഇവരുടെ പോയിന്റ് ആദ്യമേ പറയാൻ പോവാ. ഇന്നലെ എമിറേറ്റ്സ് ലാസ്റ്റ് കട്ടക്ക് നിന്ന് 450 പോയിന്റോടുകൂടെ ഇന്നലെ 450. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്തിഹാദ് ആണെന്നുണ്ടെങ്കിൽ അത്ര പുറകെ ഒന്നുമല്ല, പുറകെ തന്നെ ഉണ്ട്. ഒരു 350 പോയിന്റ്, 350. ഇന്ന് തുടക്കം തൊട്ട് തോന്നുന്നു ഫസ്റ്റ് തന്നെ പോയിന്റ് കൊടുക്കാൻ പോവാ. ഇപ്പൊ നമ്മുടെ ജോമിച്ചാനും സോജാച്ചനും ഒക്കെ എല്ലാം കൂടെ ടീം സോങ് ഇപ്പൊ ഒന്നുകൂടെ പാടാൻ പോവാ. ആ സമയത്ത് പോയിന്റ് ഇടാൻ പോവാ. അപ്പൊ ഇവര് ഇതിനെ പൊട്ടിക്കുവോ? പിന്നെ നോക്കാം. ഈ ഒറ്റ പാട്ടിനെ കൊണ്ട് പൊട്ടിക്കും. അതന്നെ. നമ്മുടെ പാട്ട് ഉത്സവം നമ്മുടെ ഇവിടെ ഉണ്ട്. നമ്മുടെ ചേച്ചിയുടെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. 20 രൂപയാണ് വില. കുഞ്ഞുങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാനായിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കുക. അതുപോലെ തന്നെ ലിറിക്സ് നമ്മുടെ സ്ക്രീനിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അങ്ങനെയാണല്ലോ പാട്ട് ഒരു വട്ടം നോക്കിയാലോ? ഞങ്ങളെ പൊട്ടിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഞങ്ങൾ വരും. നോക്കും. കൈയൊക്കെ അടിച്ചെന്ന് പാടാം. നല്ല സ്മൈലിംഗ് ഫേസോടുകൂടെ എനർജറ്റിക് ആയിട്ട് ക്രിസ്തുവിൽ കത്തങ്ങളിൽ നടന്നിടാൻ വന്നിടിൻ. കൈകൾ കോർത്ത് പോയിടാം, കർത്തനെ പിൻചെന്നിടാം, വളർന്നിടാം, വിളങ്ങിടാം ക്രിസ്തുവിൽ. നിങ്ങളുടെ ശബ്ദം. കൈകൾ കോർത്ത് പോയിടാം, ചെന്നിടാം, വളർന്നിടാം, വിളങ്ങിടാം ക്രിസ്തുവിൽ. പിന്തുടർന്നിടാം, പിൻഗമിച്ചിടാം, പിന്നിലേക്ക് നോക്കിടാതെ ഓടിടാം. ബലമേറും പാൽ കുടിച്ചിൽ പ്രാർത്ഥനയിൽ നാൾ തോറും ജാഗരിച്ച്. ഒന്നുകൂടെ കേട്ടില്ല. വചനമെന്ന പ്രാർത്ഥനയിൽ നാൾ തോറും പുഷ്ടിയുള്ളൊരായിരാം ശ്രേഷ്ഠരായി തീർന്നിടാം. വിരുദ് പ്രാപിച്ചെന്നും നാം തിളങ്ങിടാം. പുഷ്ടിയുള്ളൊരായിരാം ശ്രേഷ്ഠരായി തീർന്നിടാം. വിരുദ് പ്രാപിച്ചെന്നും നാം തിളങ്ങിടാം. പിന്തുടർന്നിടാം, പിൻഗമിച്ചിടാം, പിന്നിലേക്ക് നോക്കിടാതെ ഓടിടാം. ശബ്ദമാണ്. നോക്കിടാതെ പിന്തുടർന്നിടാം. പിന്നിലേക്ക് നോക്കിടാതെ ഓടിടാം. അടിപൊളി. ഒരു സംശയമില്ല, എമിറേറ്റ്സ് തന്നെയാണ്.
ഓക്കെ ഫൈൻ. അപ്പം ദിനേശ് അങ്കിള് പറഞ്ഞത് എമിറേറ്റ്സ് നല്ലതായിട്ട് പാടുന്നില്ലേ? അല്ല, അങ്ങനല്ല പറഞ്ഞത്. പാർഷ്വാലിറ്റി ഇല്ലാതെ പോയിന്റ് ഇടണമെന്ന് പറഞ്ഞു. അപ്പം ദിനേശ് അങ്കിള് പറഞ്ഞ സജഷൻ ഇതാണ്, എമിറേറ്റ്സ് ഏറ്റവും സൂപ്പറായിട്ട് പാടി. അല്ല, ഒരു തവണ മ്യൂസിക്കിന്റെ സഹായം ഇല്ലാതെ ആ 2 ലൈൻ മാത്രം പാടണം. പിന്തുടർന്നിടാൻ മാത്രം. അത് കഴിയുമ്പോൾ അന്നേരം അവർ കേട്ടാൽ മതി. സെക്കൻഡ് ടൈം എത്തിഹാദ് പാടണം. അപ്പം എമിറേറ്റ്സ് കേൾക്കുക. ഏറ്റവും നല്ല ശബ്ദത്തിന് ചുമ്മാ വാരിക്കോരിയും കൊടുക്കുവാണോ രാവിലെ? ശരി. അപ്പം എമിറേറ്റ്സിന്റെ ടൈമാണ്. എന്തോ എത്തിഹാദ് രണ്ടാമത്. അതല്ലേ ഞാൻ പറഞ്ഞു. സാറേ ശ്രുതി തരുമോ? ശ്രുതി. സാറേ ശ്രുതി പാടിക്കണം. ഓക്കെ, 1 2 3 6 പിന്തുടർന്നിടാം. ആഹാ, എത്തിഹാദ്. ആരുമില്ലേ? ഹലോ, എന്തോ ഈ വീട്ടിൽ ആരും ഇല്ലേ? അടക്കത്തിലേക്ക് പോയിക്കൊന്നു. അങ്ങനൊന്നും പറയണ്ട. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ പാടും. റെഡി? അത് റെഡി? യെസ്. ഈ പ്രാവശ്യം പക്ഷെങ്കിൽ ചെറിയ വ്യത്യാസമുണ്ട്. ആദ്യം പാടുന്നത് എമിറേറ്റ്സ്. അവിടെ തന്നെ ഞങ്ങൾ ആദ്യം പാടുന്നു. ഓക്കെ, റെഡി? ആരും റെഡി? 1 2 3 6 അടിപൊളി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഉറക്കപ്പാടി ഞാൻ കേട്ടായിരുന്നു ബൈക്കിനകത്തുള്ള പാടുന്നത്. പുതിയ പാട്ട് വേറെ ഉണ്ടോ? ഇത് കേട്ടപ്പോഴാണോ സാറിന് പഠിപ്പിക്കാൻ തോന്നി? അങ്ങനെയാണോ? ഉണ്ടല്ലോ, നമ്മുടെ ഒരു അടുത്ത സംസ്ഥാനത്തിന്റെ ഒരു പാഠം പഠിപ്പിച്ചാലോ? അടുത്ത സംസ്ഥാനത്തിന്റെ പാട്ടോ? അതേത് പാട്ടാ? ഹിന്ദിയാണോ? ഹിന്ദി 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 ആണോ? അല്ല, ഞാൻ പറഞ്ഞതാ. അടുത്തെന്ന് ഉദ്ദേശിച്ചത് തൊട്ടങ്ങേ അറ്റത്താണല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാന്ന് വെച്ചാല് ഒരു തമിഴ് പാട്ട്. നോക്കിക്കേ, എത്രാമത്തെ പാട്ട് നോക്കാം? 13ാമത്തെ പാട്ട്. ഏറ്റവും ആദ്യം എടുക്കുന്നവരൊന്ന് കൈയടിക്കാവോ പ്ലീസ്? ഈ ഗ്രൂപ്പ് പിന്നെ എടുത്ത് എമിറേറ്റ്സിന് പിന്നെ 50 പോയിന്റ് വാരിക്കോരി മേടിക്കുക. ഓക്കെ, അങ്ങനെയാണെന്ന് പഠിച്ചാലോ? ഓക്കെ, ശരി. മ്യൂസിക് ഇതാ വരാൻ പോകുന്നു. അതിന് മുമ്പ് ഏറ്റവും ആദ്യം ഈ പാട്ട് മുഴുവൻ വായിച്ചു തീർക്കുന്ന ആരാന്ന് നോക്കട്ടെ. റെഡി? 1 2 3 സ്റ്റാർട്ട്. പെട്ടെന്ന് വായിച്ചു. പാട്ട് പുസ്തകം അവൈലബിൾ ആണ്. 20 രൂപ കൊടുത്ത് പാട്ട് പുസ്തകം സ്വന്തമാക്കാം. പാട്ട് പുസ്തകം തീരുന്നതിന് മുമ്പ് എല്ലാരും വായിക്കണേ. സുചേച്ചി കൈ നോക്കി. പാട്ട് പുസ്തകം തന്നെ വീശി കാണിക്കണം. ഏബലച്ചൻ ഇവിടെ ഉണ്ട്. ഏബലച്ചൻ കൈ കാണിക്ക. ശരി. ഒന്നിക് സാർ, മ്യൂസിക് പ്ലീസ്. ഈ ഓർഗൻ വായിക്കുന്ന അച്ഛന്റെ പേരെന്താണ്? ഒന്നിക് അച്ഛൻ. പറ, എന്താ അച്ഛൻ? ഉറക്കെ പറ. മ്യൂസിക് ഇതായോ എന്ന് പറ. യേശുവിനെ കാത്തിരാൻ என் வாழ்க்கையை முழுதும் இயேசுவோடு நடப்பேன் நானே. இயேசுவினை நேசிக்கிறான், இயேசுவினை காக்கிறான். என் வாழ்க்கையை முழுதும் இயேசுவோடு நடப்பேன் நானே. நல்லவனாயிருப்பேன் நானே. அன்பு சாந்தி மகிழ்ச்சியான இயேசுவை போலே வாழ்வேன். ஸ்கூலிலும் வீட்டிலும் நல்லவனாயிருப்பேன் நானே. அன்பு சாந்தி மகிழ்ச்சியான இயேசுவை போலே வாழ்வேன். இயேசுவனை நேசிக்கிறான், இயேசுவனை காக்கிறான். என் வாழ்க்கை முழுதும் இயேசுவோடு நடப்பேன் நானே. பயம் வந்தாலும் கவலை வந்தாலும் இயேசு என்னோடு இருக்கிறார்.
பொழியாக போதும் என்னை நடத்திடும் യേശുവപ്പനാണ് യേശുവിനെ நேசிக்கிறான் യേശുവിനെ காக்கிறான் என் வாழ்வை முழுதும் യേശുவோடு நடப்பேன் நானே യേശുവിനെ நேசிக்கிறான் യേശുവിനെ காக்கிறான் என் வாழ்வை முழுதுം യേശുவோடு നടப்பேன் നാനേ ഇത്രയേ ഉള്ളൂ പാട്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ക്ലാപ്പറായോ ആ സാറേ എന്നെ മോഹൻലാലിന്റെ നല്ലൊരു കൈയടി അവർക്ക് കൊടുക്കാം അല്ലേ? നല്ലൊരു കൈ കൊടുത്തേ. ഈ പാട്ട് എഴുതിയ ആളുടെ പേര് താഴെ കിടപ്പുണ്ട് നോക്കാം താഴെ ഇവിടെ നിലത്തല്ല സാറേ ബുക്കിന്റെ താഴെ ആ ഒന്ന് വായിച്ച് ബേസിനോ ആ ബ്രിജിൻ ജോർജ് ഈ കൂട്ടത്തിൽ ആരാ ബ്രിജിൻ ജോർജ് അത് പറയുന്ന അവർക്ക് പോയിന്റ് ഉണ്ട് ആ ഇത് ഒരുമാതിരി മറ്റേ ഇത് കിടക്കുന്ന പോലെ ഇങ്ങനെ കാണിക്കുന്നു ആ പറ റെഡി 1 2 3 സ്റ്റാർട്ട് ആ കണ്ടുപിടിച്ചു സാരമില്ല അപ്പൊ പാട്ട് പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായോ ട്യൂൺ ഇഷ്ടമായോ അപ്പോ നമുക്ക് ഒരുമിച്ച് ഇതൊന്ന് ചെയ്യാൻ ശ്രമിക്കാം രജിച്ച നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കാം അച്ഛന്മാരെ നിങ്ങളൂടെ ശരി അപ്പം സോങ് ബുക്ക് മടിയിലോട്ട് വെച്ചോ ഈ പാട്ട് നമ്മൾ പാടുന്നത് ഒരു പേരായിട്ട് ഒരു പേരെന്ന് പറയുമ്പോ എത്ര പേരാ ഒരു പേരെന്ന് പറയുമ്പോ എത്ര പേരാ പിള്ളേരെ ഞാൻ ഡസൻ എന്നല്ല ചോദിച്ചേ പേരെന്നാ ചോദിച്ചേ 2 അപ്പൊ അടുത്ത് പെട്ടെന്ന് ഒരു പേരിനെ കണ്ടുപിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുന്നേറ്റ് പോവല്ലേ ആ പേരില്ലാത്തവർ കൈ ഉയർത്തണം അവർക്ക് ഇല്ല പറ്റത്തില്ല തൊട്ടടുത്തിരിക്കുന്ന ആള് പേരാരെങ്കിലും കിട്ടിയില്ലെങ്കിൽ റേസ് യുവർ ഹാൻഡ്സ് പേരിനെ കിട്ടിയില്ലെങ്കിൽ റേസ് യുവർ ഹാൻഡ്സ് സമയമില്ല എല്ലാവർക്കും കിട്ടി മോന് കിട്ടിയില്ല അല്ല അവൻ ആരിലും ഒരു പേര് കൊടുക്കണേ നമ്മുടെ വെളിയിരിക്കുന്ന അച്ഛന്മാർ ആരിലും ഒരാളൊന്ന് അവന്റെ അടുത്ത് വന്നിരിക്കും നിനക്കും കിട്ടിയില്ല അപ്പൊ നിങ്ങൾ രണ്ടും അടുത്തിരുന്നു തൽക്കാലത്തേക്ക് 2 മിനിറ്റത്തേക്ക് ഇങ്ങോട്ട് വന്നിരിക്കും ആ പെട്ടെന്നായിക്കോട്ടെ ഓക്കെ റെഡി അപ്പൊ നമ്മൾ ചെയ്യാൻ പോവാണ് ഓരോ വരിയായിട്ട് അപ്പൊ ജസ്റ്റ് ഒരു ഇത് കാണിക്കുന്നുള്ളത് അവിടുന്ന് നിങ്ങൾ ചെയ്യുമ്പോ ഈ സൈഡിലുള്ളവർ റൈറ്റ് ഹാൻഡ് ഉയർത്തണം ഉയർത്തിക്ക് ആ അപ്പുറത്തിരിക്കുന്ന ആള് ലെഫ്റ്റ് ഹാൻഡ് ഉയർത്തണം അതൊരു വലിയ പ്രശ്നമാണ് ശരി റെഡി അപ്പൊ നോക്കാം ഞങ്ങൾ ഒരു തവണ കാണിക്കാമേ റെഡി 1 2 3 സ്റ്റാർട്ട് യേശുവിനെ നേസിക്கிறார் ഒന്ന് കാണിച്ചേ റെഡി 1 2 3 സ്റ്റാർട്ട് യേശുവിനെ നേസിക്கிறார் അടുത്തത് യേശുവിനെ കാக்கிறார் என் வாழ்க்கை முழுதும் യേശുവോട് നടപ്പേൻ നാനേ സിമ്പിൾ സ്റ്റെപ്പ് അല്ലേ ആ 4 വൈൻ ഒറ്റ തവണ കൂടെ റെഡി 1 2 3 സ്റ്റാർട്ട് യേശുവിനെ നേസിக்கிறார் യേശുവിനെ കാக்கிறார் என் வாழ்க்கை முழுதும் യേശുവോട് നടപ്പേൻ നാനേ അടുത്തത് സ്കൂളിലും വീട്ടിലും കാണിച്ചേ സ്കൂളിലും വീട്ടിലും അന്തരീക്ഷത്തിൽ എഴുതുവാണ് എന്തിനാ ഇങ്ങനെ കാണിച്ചേ റൈറ്റ് ഹാൻഡില് നമ്മുടെ ബോർഡിൽ എഴുതുകയാണ് സ്കൂളിലും വീട്ടിലും നല്ലവനായിരിപ്പേൻ നാനേ കാണിച്ചേ നല്ലവനായിരിപ്പേൻ നാനേ അൻപ് ശാന്തി മகிழ்ச்சிയായ യേശുവേ പോലെ വാഴേ അത്രയും പിടി കിട്ടിയോ അൻപ് ശാന്തി മகிழ்ச்சிയായ യേശുവേ പോലെ വാഴേ അടുത്ത ലാസ്റ്റ് ആൻസർ ഇത്രയേ ഉള്ളൂ ഭയം വന്നാലും കവല വന്നാലും യേശു എന്നോട് ഇരിക്കുകയാ ഒന്ന് കാണിച്ചേ റെഡി 1 2 3 സ്റ്റാർട്ട് ഭയം കാണിച്ചു കവല വന്നാൽ കോഴഞ്ചേരി കവലയാണ് അല്ല കവല ഭയം ചിലരുടെ ഭയം അങ്ങനത്തെ ഭയം ചിലരുടെ ഭയം അത്ര സാറേ റെഡി പേരിൽ ഒരാൾ ഭയം കാണിക്കണേ റെഡി 1 2 3 സ്റ്റാർട്ട് ഭയം വന്നാലും കവല വന്നാലും യേശു എന്നോട് ഇരിക്കുകയാ ഇരുളിലും പൊളിയാൽ എപ്പോഴും എന്നെ നടന്നിടും യേശുവപ്പനാനേ നമുക്ക് വീണ്ടും അത് തന്നെ കാണിക്കും എന്തോ പേടിപ്പിക്കാതെ സാറേ ഓൾ സ്റ്റാൻഡ് അപ്പ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ എന്ത് പിള്ളേരെ കാണിക്കുന്നത് എഴുന്നേക്കാൻ പറയുമ്പോൾ ഓൾ സ്റ്റാൻഡ് അപ്പ് പേപ്പർ ഒന്ന് വലിച്ചു കീറരുത് വീണ്ടും നിങ്ങൾക്ക് ഇരിക്കാനുള്ളതാണ് സാറേ ഈ ചുറ്റുപാട് നിൽക്കുന്ന പേരൻസിന് കാണിക്കുക പിന്നെ തീർച്ചയായിട്ടും അവർ നമ്മുടെ ഭാഗമാണ് സൈഡിൽ പാരമ്പര്യമുണ്ട്
പേരൻസിനെ കാണിക്കാവുന്നവർക്കും ഞങ്ങളുടെ കൂടെ കാണിക്കാവുന്നതാണ്. Are you ready? Are you ready, Emirates? Are you ready, Etihad? Okay, here we go. என் வாழ்க்கை முழுதும் இயேசுவோடு நடப்பேன். இயேசுவனை நேசிக்கிறார், இயேசுவனை காக்கிறார். என் வாழ்க்கை முழுதும் இயேசுவோடு நடப்பேன். ചിലർ അടങ്ങുന്നില്ല, അവർ ഒറ്റയ്ക്ക് കാണിക്കാനുള്ള അവസരം തരുവേ. அன்பு சாமி மகிழ்ச்சியாக இயேசுவை போலே வாழ்வேன். ஸ்கூலிலும் வீட்டிலும் நல்லவனாய் இருப்பேன் நானே. அன்பு சாமி மகிழ்ச்சியாக இயேசுவை போலே യേശുവിനെ நேசிக்கிறார், இயேசுவனை நேசிக்கிறார், இயேசுவனை காக்கிறார். என் வாழ்க்கை முழுதும் இயேசுவோடு நடப்பேன். பயம் வந்தாலும் கவலை வந்தாலும் இயேசு என்னோடு இருக்கிறார். இருளிலும் ஒளியாக போது என்னை நடத்திடும் இயேசுவப்பட்டானே. இயேசுவனை நேசிக்கிறார், இயேசுவனை காக்கிறார். என் வாழ்க்கை முழுதும் இயேசுவோடு நடப்பேன். இயேசுவனை நேசிக்கிறார், இயேசுவனை காக்கிறார். என் வாழ்க்கை முழுதும் இயேசுவோடு நடப்பேன் நானே. என் வாழ்க்கை முழுதும் இயேசுவோடு நடப்பேன் நானே. ചിലരുണ്ടല്ലോ എന്ത് ഭംഗിയായിട്ടാണെന്ന് അറിയോ, അതുപോലെ അവിടെ നിന്നു അനങ്ങി പോലും ഇല്ല. Sit down, sit down. അങ്ങനെയാണ് നമ്മുടെ പോയിന്റ് നില ഒന്ന് സാറേ പറഞ്ഞാലോ ശരീഷ? അങ്ങനെയാണ് നമ്മുടെ പോയിന്റ് നില ഒന്ന് പറഞ്ഞാലോ പെട്ടെന്ന്. ഇന്ന് രാവിലെ വന്നപ്പോ തൊട്ട് അല്ലല്ല ഈ ആക്ഷൻ കഴിഞ്ഞപ്പോ തന്നെ ഇച്ചിരി മാറിയിട്ടുണ്ട്. ഇല്ല, ഞങ്ങൾ എമിറേറ്റ്സ് തന്നെയാണ്. അല്ലല്ല ആക്ഷൻ കഴിഞ്ഞപ്പോ തന്നെ മാറി. എത്ര മാറി? 680 പോയിന്റ് ആണ് എമിറേറ്റ്സിന് ഇപ്പം. 680 680. ആ പറഞ്ഞപ്പോ തന്നെ ഞങ്ങൾ അവർക്ക് വേണ്ട, ഇവർക്ക് കൊടുത്തേക്കാം. നല്ല കൈയ്യടി വരുന്നു മക്കളെ, അത് ഒട്ടും കുറവല്ല. 680, ഇവർക്ക് 700 പോയിന്റ്. ആക്ഷൻ ഇവർ നല്ലപോലെ കളിച്ചായിരുന്നു. 700 പോയിന്റ്, 20 പോയിന്റ് വ്യത്യാസം. ഇപ്പൊ അടുത്ത പാട്ട് പഠിക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് പഠിക്കാം. ഈ പാട്ട് ഞങ്ങൾ ജയിച്ചിരിക്കും കേട്ടോ. Good morning. Good morning. How are you all today? Fine. You happy? Good morning. Good morning. സന്തോഷമാണോ ഇന്ന്? Yes, happy. Right. Are you ready to play a game? ഒരു ഗെയിം കളിക്കാൻ ready? Okay. Yes. All right. So, what is the score, Bridget? Oh, when did that happen? Oh, the girls are. Etihad is leading. Very good. Okay. Girls are ജയിക്കുന്നേ. All right. So, today's game again on the screen. Okay. Be attentive and just look at the screen carefully and find the answer. Okay. This is a game which is called as names of countries. Okay. Very simple. You have 2-3 images coming on screen, and with that clubbing of that image, you'll have to identify the name of a country or a place. ഒരു സ്ഥലത്തിന്റെ ഗെയിമാണ്. അപ്പൊ കുറെ ഇങ്ങനെ ഇമേജ് ഇങ്ങനെ കാണിക്കുന്ന പടങ്ങൾ നോക്കിയിട്ട് ആ സ്ഥലം ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. റെഡി? Okay. Right. Yesterday, girls got the first chance, right? ഇന്നലെ ഗേൾസിനായിരുന്നു ആദ്യത്തെ ചാൻസ്. ഇന്ന് So today the boys, Emirates. Okay. Emirates. And the rule remain the same. അതിന്റെ റൂൾ എല്ലാം സെയിം ആണ്. If a question is asked to the boys, നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നുവെങ്കിൽ, if the girls answer, ഗേൾസ് അതിന്റെ ഉത്തരം പറയുന്നുവെങ്കിൽ മാർക്ക് ആർക്കാ പോന്നേ?
So girls, don't be generous, okay? ഓക്കെ അവർക്ക് മാർക്ക് കൊടുക്കല്ലേ? ഓക്കെ അവരോട് ചോദിക്കുമ്പോ അവർ പറയും. Boys, are you ready? റെഡി? Okay. You have 2-3 images or 2 images. Just identify the name of the place or country. Okay, here we go. The first one. Jamaica. Very simple, right? Jamaica. Jamaica. Very All good. right. 10 points. 10 points to Emirates. Okay. This will be simple as it is. Okay, but it will increase. Let's see, girls. This is yours. Next one. Malaga. Yes. Chile. Yes. Right. Chile is the country. All right. Good. 10 points to 10 Etihad. point girls. Okay. Etihadനും 10 points. Boys. Boys. Let's see if we Emirates. can identify this place. Come on. Come on, boys. ഇതേതാ? What is I'll tell you what is this place called? A place where the ships are halted. Okay, and then കടൽ. Water. yes, Portugal. Portugal. Right, Portugal. Okay, now girls, this is your chance. Etihad. Let's see. Oh, Etihad. Yes. Let's see if you identify this place. Come on. Huh? Yes, absolutely correct. Chicago. Right. Very good. Very good. Okay. Very good. Boys, next is yours. The chance. Emirates. Let's see if you can identify this place. A very famous place in South India. ഇന്ത്യയില ഭാരതത്തിലുള്ള ഒരു സ്ഥലമാണ്. Chilla. Come on, girls. South പറഞ്ഞാണ്. Come on, girls. It is a state capital. ഒരു ക്യാപിറ്റല സംസ്ഥാനം. ഇത് No one? What is this animal called? Cheetah. Yes. Take the cheek. What is this called? പട്ടി. Malayalathil endu parayum. In Tamil and yes, Nai. Chennai. Okay. All right. These points I will get 10 points. Okay. Whose question was it? Boys, right? This is next, last one, girls. Let's see. അല്ല അവിടുന്ന് പാസ് ഇവിടെ ചെയ്തു. Come on, girls. Etihad. Antarctica, absolutely correct. Antarctica. All right. Okay. Give a round of applause for big round of applause. Everybody, come on. What is the score, Regine? What is the score? 710. ആണോ? എത്തിഹാദിന് 720. അവർക്ക് 700. Emirates. Okay. Yesterday the boys were leading, today the girls are leading. എമിറേറ്റ്സ് ആയിരുന്നു ജയിച്ചത്, ഇന്ന് ഇത്തിഹാദ. Okay. And we are going to have much more. ഇനിയുണ്ട് ഗെയിംസ് കളിക്കാൻ. ഓക്കെ. Okay, now today we are going to learn 2 songs. ഇന്ന് 2 പാട്ടാ പഠിക്കാൻ പോകുന്നേ. And the first song that we are going to learn is a very small song. ആദ്യത്തെ ഒരു കുഞ്ഞു പാട്ട്. Okay. Ready? And, okay, the song says watermelon, pineapple, banana, fruit salad. God the Father, God the Son, God the Holy Spirit, 3 in 1. Okay. The action is very simple, okay?
Look at me. Everybody, can you do that? Watermelon. Come on, everybody. Watermelon. Pineapple. And this action. Banana. Okay. Then fruit salad. And then when you eat, that slurring sound has to come. Make sure. Yeah. ഓക്കെ മോനെ ഇത് ചെയ്യുമ്പോ ഇത് ആ ശബ്ദം എല്ലാം ഉണ്ടാക്കണേ കേട്ടോ. The slur sound. രുചി Make sure only the sound comes, no water comes out. ശബ്ദമേ Okay. ഉണ്ടാക്കാവൂ, വെള്ളം പുറത്തോട്ട് വരില്ലേ. Alright. റെഡി. Okay, let's play. ഓക്കെ റെഡി. Very simple action. Come on. Here we go. Watermelon, watermelon, pineapple, pineapple, banana, fruit salad. God the Father, God the Father, God the Son, God the Holy Spirit, three in one. Come on. Okay, Onyx, all. We'll do this a little slower also, okay? And a little fast, okay? Everybody, I want you to do the action, okay? ആക്ഷൻ ചെയ്യാം. റെഡി. At the count of 3, you have to stand up, okay? 1, 1 2 3 എണ്ണീക്കണേ. 2, 3. Okay, we'll do it slowly and fast. Okay, here we go. Watermelon, pineapple. Okay, this is slow motion. Okay, banana, na. Fruit salad. There's a little bit of boy with a sling in hand. He played the harp for the worship band. He took 5 stones and a quick step, spun it around and let it rip. He had an attitude that said, praise the Lord. He had an attitude that said, no matter what, I'll praise the Lord. Giant fell down and broke his crown. The enemies were tumbling around. God of David is for you, so be renewed in your attitude. Have an attitude that said, praise the Lord. Have an attitude that said, no matter what, I'll praise the Lord. So, right? റെഡി. Did you understand the song? മനസ്സിലായോ? Did you get the song? പാട്ട് I'm മനസ്സിലായോ? going to do it quickly, line by line, okay? I want you to sing, okay? Okay. Right, here we go. The first one. He was 9 feet tall, പാടിക്കേ. with a really big head. He could make you fall with what he said. Bronze in his armor, iron in his spear. All who faced him trembled with fear. He had an attitude, come on, that mocked the army of God. Oh, you have to look at each other. That mocked the army of God. Okay, and the next line, next this thing is about David. Is it? Yes. He was a little bit of boy with a sling in hand. He played the harp for the worship band. He took 5 stones
and a quick step. Spun it around and let him trip. He had an attitude. Come on. That said, praise the Lord. He had an attitude that said, no matter what, I'll praise the Lord. Okay? Are you ready? Ready? We'll do the third part together. Here we go. 1, sit straight. 2, take a deep breath and release. And 3, stand up. Okay. Let's be all who faced him. He had an attitude. And the army of God. He had an attitude. And the army of God. It was a little bit boy. Here we go. Little boy with a sling in hand. He played the harp for the worship band. He took 5 stones and a quick step. Spun it around and let him rip. He had an attitude that said, praise the Lord. He had an attitude that said, no matter what, I'll praise the Lord. Giant fell down and broke his crown. The enemies were tumbling around. God of David is for you, so be renewed in your attitude. Have an attitude that said, praise the Lord. Have an attitude that said, no matter what, I'll praise the Lord. Let's praise God at this time. Let's give him a big clap. Come on. Have an attitude that says, praise the Lord. Have an attitude that says, no matter what, I'll praise the Lord. All right. Sit down, sit down. നമ്മളിന്ന് 4th ചാപ്റ്ററിലേക്ക് പോകും റൈറ്റ് സോ ലെറ്റ് us start നമ്മൾ ചാപ്റ്റർ 4 ഓക്കേ ഓക്കെ അപ്പോൾ എല്ലാവരും പഠിച്ചു എന്നാലും നമുക്ക് പുതിയ ചാപ്റ്ററിലേക്ക് കടക്കാം ചാപ്റ്റർ 4 അങ്ങോട്ട് പഠിക്കാം അതൊക്കെ നമുക്ക് എല്ലാവരും അറ്റൻഡൻസ് ഒക്കെ എടുത്താലും കഴിഞ്ഞ ക്ലാസ്സിലല്ലേ ഓക്കെ സോ നമ്മൾ ചാപ്റ്റർ 4 ഇപ്പോൾ പഠിക്കാൻ പോവുകയാണ്. ലെറ്റ് us സ്റ്റാർട്ട് ചാപ്റ്റർ 4. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുവന്നിട്ടുള്ളവർക്കൊക്കെ ടെക്സ്റ്റ് ബുക്ക് എടുക്കാം, തുറക്കാം. കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഞാൻ വീട്ടിൽ വിളിച്ച് പറയുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ നിന്ന് ഹലോ എങ്ങോട്ടാ? രാവിലേക്ക് പോരും മണ്ണുമായിട്ട് അവിടെ ഇനി ക്ലാസ് കഴിഞ്ഞിട്ട് പോവാം. ചിട്ടോ ഏത് സമയത്ത് ഇന്നുക സൂക്ഷിച്ചു നോക്കുക, ഇതേ ഉള്ളൂ പരിപാടി അല്ലേ? പോട്ടെ, നമ്മൾ ചാപ്റ്റർ 4 ആണ് പഠിക്കുന്നത്. നിങ്ങളിവിടെ ഇവിടെ 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 വാട്ടർ ബോട്ടിലൊക്കെ പിന്നെ ഇവിടെ ചാപ്റ്റർ 4 ആണ് പഠിക്കുന്നത് കേട്ടോ. കെമിസ്ട്രി ഇവിടെ അങ്ങും അല്ല. ഓക്കെ, നമ്മൾ തുടങ്ങാൻ പോവാണ് ചാപ്റ്റർ 4 കെമിസ്ട്രി. ആരാണത്? പിന്നെ സോജ്. ഇത് വലിയ ശല്യമാവല്ലോ.
വാട്ടർ ബോട്ടിൽ താഴെ വീണത്. വാട്ടർ ബോട്ടിൽ ബാഗ് വെച്ചിട്ട് അവിടെ ഇരുന്ന് സിറ്റ് ഡൗൺ സിറ്റ് ഡൗൺ സിറ്റ് ഡൗൺ. നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, ചാപ്റ്റർ 4. ചാപ്റ്റർ 4ന്റെ പേര് പിന്നെ എന്ത് കൊടുക്കൂടെ ഇത്? ആരാ ഫുൾ ടൈം സോജ്. ഇപ്രാവശ്യം എന്തുവാ? ബോക്സിന്റെ അകത്ത് പ്രേതം ഉണ്ടോടെ? ഇനി അവിടെ ഒരുമാതിരി സിറ്റ് ഡൗൺ. ഇനി ശല്യപ്പെടുത്തരുത്. ചാപ്റ്റർ 4 ഞാനൊന്ന് തുടങ്ങി എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചോട്ടെ. ഓക്കെ, ആരാ അവിടെ ശബ്ദം ഉണ്ടാക്കുന്നത്? വലിയ കഷ്ടമല്ലേ ഏത് സമയത്ത്. സോജ് സ്റ്റാൻഡ് അപ്പ്. ഇനി ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കല്ലേ, അടങ്ങി അവിടെ ഇരുന്നോണം. ഓക്കെ, സെറ്റ് ഡൗൺ. ഓക്കെ, എന്തു തുടങ്ങിയത്? ആരാ? സോജ്, ഇനി ചാൻസ് ഇല്ല. ഇത്രയും വഴക്കുണ്ടാക്കി ശരിക്കും ഒരു പണി ചെയ്യും. സർപ്രൈസ് ടെസ്റ്റ്. ഇരിക്കവിടെ. എല്ലാരും പേപ്പർ എടുത്ത്. ഞാനൊന്നും പഠിച്ചിട്ടില്ല. പഠിക്കണ്ട, ഇരിക്കും. നോക്കാം ആരൊക്കെ എന്തൊക്കെ പഠിച്ചത്. പേപ്പർ എടുക്ക്. ആ, അങ്ങോട്ട് നോക്ക്. അല്ല പിന്നെ എല്ലാരും പെട്ടെന്ന് അങ്ങോട്ട് എഴുതാനൊക്കെ. ക്വസ്റ്റ്യൻസ് ബോർഡിൽ ഈ സൈഡിൽ കിടപ്പുണ്ട്. എഴുതിക്കോ. പേപ്പർ എടുത്തിട്ട് പേരെഴുതാനാണോ? ആ, അവിടെ പേപ്പറിന് വഴക്കുണ്ടാക്കാതെ ഉള്ളവരാളെ മറ്റുള്ളവർക്ക് കൊടുത്തേ. ഷെയർ ചെയ്തേ. യെസ്, ഇവിടെ ഉണ്ട്. ബോർഡിലുള്ളത് നോക്കി എഴുതിക്കോ. ആരും കോപ്പി അടിക്കരുത്. മര്യാദയ്ക്ക് എഴുതിക്കോണം. ഓക്കെ, എന്തായാലും നോക്കിയിട്. ഉള്ള അറിയാൻ നോക്കിയിട്. മാലമ്പുണ്ടാക്കാൻ എനിക്ക് പോകുന്നുള്ളൂ രാവിലെ. വാട്ട് ഇസ് ദിസ്? ആരാ അവിടെ? എനിക്ക് എന്തോ സോ ചെയ്ത് സർപ്രൈസ് ടെസ്റ്റ്. അതിന് മുമ്പ് എല്ലാവരും പഠിച്ചിട്ട് അവരുടെ എല്ലാ ക്ലാസ്സിലും എല്ലാവരും പഠിച്ചിട്ടല്ലേ സോജിന്റെ പണി ചെയ്തേ. ഉള്ളിലോട്ട് ഇറങ്ങി നിന്നേ. ഇങ്ങോട്ട് മാറിക്കേ. ഗെറ്റ് ഔട്ട് ഹൗസ്. കൊണ്ടുപോ. ബാക്കിയുള്ളവരെ എഴുതിട്ട് തിന്നുക, അങ്ങോട്ട് പോവാ. അവിടെ ഒന്നോ ബാക്കിയുള്ള ടെസ്റ്റ് എഴുതിക്കേ. കമോൺ. കൂട്ടുകാരെ, നീ എന്താ ഇങ്ങനൊക്കെ തുടങ്ങുന്നേ? എല്ലാവരും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സോജ്. ഈ ക്ലാസ്സിൽ ഈ പ്രശ്നം എനിക്ക് സപ്പോർട്ട് ആരുമില്ല. നിങ്ങൾ എന്തോ ചെയ്താലും എന്റെ പേരല്ലേ പറയാം. എടാ, നിനക്ക് സപ്പോർട്ട് ഞാനുണ്ട്. നീ ഒരു കാര്യം മനസ്സിലാക്ക. നിന്റെ സ്വഭാവം ഒന്ന് നീ നോക്കൂ. നീ എപ്പോഴും ക്ലാസ്സിൽ എല്ലാവർക്കും ശല്യം. നീ ഒരു കാര്യം ചെയ്യും, പഠിക്കുന്നില്ല, പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ നീ അപ്പിയർ ചെയ്യുന്നില്ല. നീ ഒരു കാര്യം ചെയ്യും, നീ ഒന്ന് പ്രാർത്ഥിക്കുക, ദൈവത്തോടെ നടക്ക്. എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എനിക്ക് എന്തോ പ്രശ്നം. ഞാൻ പറയട്ടെ, ഞാനതാ പറഞ്ഞത്. നിനക്ക് പ്രയാസമുള്ള കാര്യങ്ങളൊക്കെ നീ ദൈവത്തോടൊന്ന് പറ, പ്രാർത്ഥനയിലൊന്ന് പറ. ഇനി നാളെ ഒരു പരീക്ഷ സാറ് പറഞ്ഞിട്ടില്ലേ? ആ പരീക്ഷയ്ക്ക് നീ പ്രാർത്ഥിച്ചിട്ട് നീ ഒന്ന് പഠിച്ച് പരീക്ഷ എഴുതുന്ന സമയത്ത് നീ ഓർത്തില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചു തരണം. നീ പഠിക്കണം, പക്ഷെ നീ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ട് ദൈവത്തോട് പറയണം, ദൈവമേ എനിക്ക് ഓർമ്മിപ്പിച്ചു തരണം. ദൈവം അന്നേരം നിങ്ങൾക്ക് ഓർത്തു തരും. നീ പക്ഷെ ഒരു കാര്യം, ദൈവത്തോട് നന്ദി പറയണം. നിന്റെ മനസ്സിൽ നീ ഹല്ലേലൂയ എന്ന് പറയണം. അത്രയും മതി, ദൈവത്തിന് സന്തോഷമാവും. അത്ര തന്നെ ചെയ്തേ. തീർച്ചയായിട്ടും. ഓക്കെ, അങ്ങനെ തന്നെ. ഗുഡ് മോർണിംഗ്. ഇപ്പോഴേലും കേട്ടല്ലോ. സിറ്റ് ഡൗൺ. യെസ്, പ്രസന്റ് ആയത് നന്നായി അല്ലേ? അപ്പൊ ഇന്ന് നമുക്ക് ഒരു എക്സാം എഴുതി കളയാം. ആസ് പ്രിപ്പയർഡ്. എല്ലാരും പേപ്പറൊക്കെ എടുത്ത് എഴുതാൻ തുടങ്ങിക്കോണം. എല്ലാരും പഠിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല കുട്ടികൾ കേട്ടോ. യെസ്, ഏതോ ആണ്, കെമിസ്ട്രി അല്ലേ ഞാൻ പഠിപ്പിക്കുന്നേ, അത് തന്നെ. ആയിക്കോട്ടെ, എഴുതട്ടെ. ഇന്നെങ്കിലും പഠിച്ചിട്ട് വന്ന് നല്ലതായിട്ട് എഴുതുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു പണി ചെയ്യും, എല്ലാരും പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. ജോബി, അടങ്ങിയിരുന്ന് എഴുതിക്കേ. പേരെഴുതാൻ അറിയാവോ? എഴുത്, അത്രേ ഉള്ളൂ. പേരെഴുതണം, റോൾ നമ്പർ ഇടണം, എഴുതിക്കോണം. പേര് നമ്പർ കിട്ടും, വേറെ നമ്പറൊന്നും ഇടണ്ട. അപ്പൊ സ്റ്റാർട്ട് റൈറ്റിംഗ്. ക്വസ്റ്റ്യൻസ് നോക്കി എഴുതിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ മറക്കരുത്. സൈലൻസ്. എന്തുവായത്? ആരാത്? പിന്നെ തുടങ്ങിയോ?
ഞാൻ പരീക്ഷ ഇത് ലാസ്റ്റ് എന്താ പറയുന്ന ലാസ്റ്റ് അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ എഴുതിക്കോണം. ആ ഇനി മിണ്ടിപ്പോയല്ലേ ഇതിന്റെ ഇടയ്ക്ക് എന്തൊക്കെയാ പറയുന്നത്? ചുമ്മാ വന്നേക്ക് കേട്ടോ. ആ എന്തായാലും എഴുതിക്കേ. ഇനി ആരും പറയണ്ട ആരാന്ന് എനിക്ക് മനസ്സിലായി. സ്റ്റാൻഡ് അപ്പ്, സ്റ്റാൻഡ് അപ്പ്, കം കം. ആ ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. എന്ത് പറഞ്ഞത്? എടാ ഞാൻ എന്തോ പറഞ്ഞത്? നീ ഇത്രയും വലിയ ഷൗട്ട് ചെയ്ത ഹാലേലിയ പറഞ്ഞത്? എനിക്ക് അതല്ലേ പ്രശ്നമായത്? ഞാൻ പ്രാർത്ഥിച്ചപ്പോ എനിക്ക് ആൻസർ കിട്ടി. അപ്പൊ അത് എനിക്ക് എന്റെ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് ഞാൻ അത്ര എക്സൈറ്റ്മെന്റ് വേണ്ട കേട്ടോ. സാവകാശം മനസ്സിൽ പറഞ്ഞാൽ മതി ഹാലേലിയ. നീ മനസ്സിൽ പറഞ്ഞാലും ദൈവം കേൾക്കും. പിന്നെ എടാ ജോമി, എന്തായാലും നീ എനിക്ക് ഇന്നലെ അത്രയും പറഞ്ഞു തന്നുകൊണ്ട് എനിക്ക് ഒരു കാര്യം മനസ്സിലായി. എന്റെ ഉള്ളിലുള്ള ബാഡ് തിങ്സിനെ ഒക്കെ വെളിയിൽ കളയണം, ഗുഡ് തിങ്സിനെ എല്ലാം എന്റെ ഉള്ളിൽ സ്വീകരിക്കണം. അതെനിക്ക് മനസ്സിലായി. അങ്ങനെ നിന്നെ എല്ലാവരും സ്നേഹിക്കും. താങ്ക് യു. താങ്ക് യു. All right. Check, check. Hello, hello. Check, check. Check. All right. Did you watch the skit? സ്കിറ്റ് ശ്രദ്ധിച്ചോ? Huh? ശ്രദ്ധിച്ചിരുന്നോ? Did you find yourself? നിങ്ങളെ തന്നെ ആ സ്കിറ്റിൽ കണ്ടിരുന്നോ? Check, check. Check. Give me a little bass. Check. All right. Today is the second day of the Kuti Pandal. കുട്ടിപ്പന്തലിന്റെ രണ്ടാമത്തെ ദിവസമായിരുന്നു അല്ലേ? And what is our theme? തീം എന്തായിരുന്നു? നമ്മുടെ വിഷയം എന്തായിരുന്നു? MA 419. 419. And can somebody tell me what is MA 419? അതെന്തുവാ? MA 419 മത്തായി 4:19. അതറിയോ? അതറിയോ? The verse. അതെന്തുവാ? I want the verse. What is the verse? അതെന്തോ വാക്യം എന്തുവാ? Okay. എന്നെ അനുഗമിക്കുക, ഞാൻ നിന്നെ Yes. Follow me and I will make you fishers of men. Yesterday, now I don't want random answers, okay? ഓക്കെ, പെട്ടെന്നുള്ള ഉത്തരം വേണ്ട, ഞാൻ ചോദിക്കുന്നവർ മാത്രം പറയണേ. Yeah. If you know the answer, just raise your hand. കൈ ഒന്ന് പൊക്കിയാ മതി. Okay. Ready? Now, yesterday when we saw the first day of the journey, ആദ്യത്തെ യാത്രയുടെ ആദ്യത്തെ ദിവസം നമ്മൾ കണ്ടപ്പോൾ I spoke about few famous journeys. കുറേ നല്ല യാത്രകളെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ? So can you name any 3? 3 യാത്രകൾ നമ്മൾ ഇന്നലെ ശ്രദ്ധിച്ച 3 യാത്രകൾ ഒന്ന് പറയാമോ? Yes. Yes. Raise your hand. കൈ ഓടി വാ. ആരൊക്കെ യാത്ര ചെയ്തതാ അല്ലേ? അവരുടെ 3 famous journey that we spoke yesterday. Neil Armstrong, Tenzing, Yes. Anyone. Okay. Anybody from the girls? Yes. Wow. Okay, don't worry. You get points. 10 points. Okay, let's see if the girls. Any 3. Robert Amundsen, Neil Armstrong, Tenzing and Hillary. Right, very good. Good. Right, we saw the famous and him also. And what is the sign that we see when we go into the airport? എയർപോർട്ടിലോട്ട് കയറുമ്പോൾ നമ്മളെ കാണുന്ന സൈൻ എന്തോ? Welcome. സ്വാഗതം. Right, welcome. Yesterday we saw how we began the journey. നമ്മൾ യാത്ര എങ്ങനെ തുടങ്ങി എന്ന് നമ്മൾ ഇന്നലെ കണ്ടു. How God began the journey with us. ദൈവം നമ്മളോടൊപ്പമുള്ള യാത്ര എങ്ങനെ തുടങ്ങി എന്ന് നമ്മൾ കണ്ടത്. And how we rejected God's plan for our life. ദൈവത്തിന്റെ പദ്ധതി, നമ്മളെ കുറിച്ചുള്ള പദ്ധതി നമ്മൾ എങ്ങനെ അതങ്ങ് നശിപ്പിച്ചത് നമ്മൾ ഇന്നലെ കണ്ടു. Okay, so yesterday was welcome aboard. ഇന്നലെ ആയിരുന്നു സ്വാഗതം അല്ലേ? യാത്രയ്ക്ക് aspect of flight journey is security checkpoint. എന്നാൽ അത് കഴിഞ്ഞിട്ട് ഏറ്റവും അത്യാവശ്യമായുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടുന്ന എന്തുവാ?
പരിശോധിക്കുന്ന ഒരു സ്ഥലം അല്ലേ, നമ്മളെ പരിശോധിക്കുന്ന ഒരു സ്ഥലം, സെക്യൂരിറ്റി. This has become a very important aspect of a flight journey. ഈ ഒരു യാത്രയിൽ ഇത് ഏറ്റവും അത്യാവശ്യമായ ഒരു ഘട്ടമാണ്. You know, especially after 1970. 1970 ശേഷം ഇത് അങ്ങ് ഭയങ്കര മഹത്വപൂർണ്ണമായി, ഇമ്പോർട്ടന്റ് ആയി. After this incident, ഈ ഒരു കാര്യം നടന്നതിന് ശേഷം ഈ പരിശോധന കർശനമാക്കി. Where 5 flights were taken hostage in 310 passengers to release 4 terrorists. 4 ഭീകരർ അവർ 310 ആൾക്കാരെ അവരുടെ കീഴിലാക്കി, 5 പ്ലെയിൻ അവരുടെ അധീനതയിലാക്കി. Through these 5 flights. ഈ 5 പ്ലെയിൻ അവർ കീഴടക്കി 4 ഭീകരർ. Prior to that, അതിനു മുമ്പ് I have heard stories. ഞാൻ കേട്ടിട്ടുണ്ട്, കഥകൾ കേട്ടിട്ടുണ്ട്. My parents, എന്റെ മാതാപിതാക്കളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് that they literally went near the plane to bid goodbye to the loved one. അവര് പ്ലെയിനിന്റെ അടുത്ത് വരെ വന്ന് യാത്ര ആകുന്നവർക്ക് എല്ലാം ബൈ ബൈ പറഞ്ഞിട്ട് പോയിട്ടുമുണ്ട്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. Now also it is there. ഇപ്പോഴും അതുണ്ട്. But the government says, പക്ഷേ സർക്കാർ പറഞ്ഞു safety first. ആദ്യം നിങ്ങളുടെ സുരക്ഷിതത്വം. You are still welcome. ആദ്യം നിങ്ങൾക്ക് സ്വാഗതമുണ്ട്, നിങ്ങൾക്ക് വരാം. Some things which you cannot carry in an aeroplane. പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്ലെയിനിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. Probably these are some of the things ഇതാ കുറെ സാധനങ്ങൾ നിങ്ങൾക്ക് പ്ലെയിനിൽ കൊണ്ടുപോകാൻ ഒക്കത്തില്ല. some addition done to that probably. അതിനോട് ചേർന്ന് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ ഒക്കത്തേ ഇല്ല. When I carry my cabin bag, the laptop bag, ഞാൻ എന്റെ ലാപ്ടോപ്പ് ബാഗ് എന്റെ സ്ഥലത്തേക്ക് ക്യാബിനിലേക്ക് ഞാൻ twice my bag was held back. ഞാൻ അത് കൊണ്ടുവന്നപ്പോ 2 പ്രാവശ്യം എന്റെ ബാഗ് അവര് നിർത്തിവെച്ചു, പിടിച്ചു നോക്കി, പരിശോധിച്ചു. I was waiting. ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു, നിൽക്കായിരുന്നു. And then I asked the security person, what's the problem? സെക്യൂരിറ്റിക്കാരനോട് ഞാൻ ചോദിക്കായിരുന്നു, എന്തോ പ്രശ്നം എന്താ. And then when they scanned and they showed me, what is this? അവരെ പരിശോധിച്ച് നോക്കിയിട്ട് അവർ ചോദിച്ചു, ഇതെന്തുവാ, നിന്റെ കയ്യിലുള്ളത് ഇതെന്തുവാ. Actually they found this in the bag and they could not understand what is this. എന്റെ ബാഗിൽ ഇത് കണ്ടിട്ട് അതെന്തുവാന്നുള്ളത് അവർക്ക് മനസ്സിലായില്ല. So I had to explain to them that, sir, this is a presenter and I use my laptop and the projection, so this is a presenter, it's kind of a remote. ഇതൊരു റിമോട്ട് കൺട്രോളിന്റെ കൂട്ടുള്ള ഒരു പ്രസന്റ് ചെയ്യാൻ വേണ്ടി മാരാമൺ കൺവെൻഷനിൽ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു സാധനമാണ്. ഈ സ്ലൈഡ് മാറി മാറി വരുന്നത് ഇത് കാരണത്താല. ഞാൻ ഇത് ഞെക്കുമ്പോഴാണ് സ്ലൈഡ് മാറുന്നത്. Security is so strict nowadays. പക്ഷേ ഇപ്പോഴത്തെ ഈ സെക്യൂരിറ്റി അവർ പരിശോധിക്കുന്ന ഭയങ്കര കർശനമാണ്. You cannot carry anything and everything what you want. നമുക്ക് തോന്നുന്നതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ ഒക്കത്തില്ല. My question to all of us over here, എല്ലാരോടുള്ള ഒരു ചോദ്യം എന്റെ ഇതാണ്, in this life journey, ഈ ഒരു ജീവിതത്തിന്റെ യാത്രയിൽ what is that we are holding and it is slowing our journey of life? എന്താണ് നമ്മൾ മുറുകെ പിടിച്ചിട്ട് അത് നമ്മുടെ ഈ യാത്ര അങ്ങ് പതുക്കെ ആക്കുന്നത്, സ്ലോ ആക്കുന്നത്? I don't know. അതെന്താന്ന് എനിക്കറിയില്ല. God knows. ദൈവത്തിനറിയാം. Some of the things are very common. ചില കാര്യങ്ങൾ വളരെ സാധാരണ, എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളതാ, സാധാരണ. A recent incident about 3 girls who committed suicide. 3 പെൺകുട്ടികൾ സൂയിസൈഡ്, ആത്മഹത്യ ചെയ്ത 3 പെൺകുട്ടികളുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. The whole world knows about that incident. എല്ലാ ലോകക്കാർക്ക് എല്ലാം മുഴുവൻ അത് ആ സംഭവം അറിയാം. What a tragedy. എന്തൊരു സങ്കടകരമായ ഒരു അവസ്ഥ. How I'm not able to understand the parents, the mindset of the parents right now. ഇപ്പം ആ മാതാപിതാക്കളുടെ വേദന, അയ്യോ എനിക്കത് ചിന്തിക്കാൻ പോലും വയ്യ. 3 girls 3 പെൺകുട്ടികൾ jumping from the 9th floor. 9ാമത്തെ നിലയിൽ നിന്ന് അവർ ചാടി. And what was that reason? ആ കാരണം എന്താ? The father said not to use the mobile phone. അപ്പൻ പിതാവ് പറഞ്ഞു മൊബൈൽ ഫോൺ ഉപയോഗിക്കണ്ട. Because they were addicted to those social media, especially the Korean web series and the games and all those things. They were so much addicted to all those things. ഈ കൊറിയൻ ഗെയിമായിട്ട് അവർ അതുമായിട്ട് അങ്ങ് എന്താ പറയുന്നത്, എഡിക്റ്റ് ആയി പോയി മലയാളം. And it did not begin recently. അതിപ്പം സംഭവിച്ചതല്ല. The interesting fact is it began during COVID time because everybody was isolated at home.
കോവിഡിന്റെ സമയത്ത് തുടങ്ങിയ ഒരു കാര്യം, എല്ലാരും വീട്ടിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയല്ലേ, ആ സമയത്ത് അവർ കളിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് മൊബൈൽ ഫോണിന് ഭയങ്കരമായിട്ട് അങ്ങ് ഇമ്പോർട്ടന്റ് ആയത്. These girls did not go to school for so many months or years. എത്രയോ വർഷം ഈ 3 പിള്ളേർ സ്കൂളിൽ പോയിട്ടേയില്ല. Social media അല്ലേ? And it has impacted this generation so much. ഇപ്പോഴത്തെ ഈ തലമുറയിൽ ഈ സോഷ്യൽ മീഡിയ ഒരുപാട് പ്രയാസപ്പെടുത്തുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുക. Right, now what is this? ഇതെന്തുവാ? Red card. When is it used? റെഡ് കാർഡ്, ചുമന്ന കാർഡ് എപ്പോഴാ കിട്ടുന്നത്? ഫൗൾ ചെയ്യുമ്പോഴാണ്, കളിയിൽ ഫൗൾ ചെയ്യുമ്പോൾ. If a player is done any foul, then the red card is given and he cannot play the next game, right? അടുത്ത ഗെയിം ആ കളിക്കാരന് കളിക്കാൻ ഒക്കത്തില്ല. ഈ ചുമന്ന കാർഡ് കണ്ടാൽ അദ്ദേഹത്തിന് അടുത്ത കളിയില്ല. That's a rule in football. അതാ ഫുട്ബോളിലുള്ള ഒരു നിയമമാണ്. Certain values in our lives also. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില മൂല്യങ്ങൾ പകർത്തിയിട്ടുണ്ട് മോനെ. Especially in 5 areas of our life. School. 5 തലങ്ങളിൽ ദൈവം ചില മൂല്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. Do you have rules in your school? നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾക്ക് റൂൾസ് ഉണ്ടോ? നിയമമുണ്ടോ? റൂൾ ഉണ്ടോ? You can go anytime. ഏത് സമയത്ത് വേണേലും സ്കൂളിൽ പോവാമോ? No, right? You have rules, certain rules to follow. You have നിയമമുണ്ട്. Does your family have rules, or your parents have rules when they go to work? മാതാപിതാക്കൾക്കും റൂൾസ് ഉണ്ട് അല്ലേ? അവരുടെ ജോലിക്ക് പോകുമ്പോഴും അവർക്കും ചില നിയമങ്ങൾ ഇല്ലേ? ഉണ്ട്. In your family, do you have rules? നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് ഈ റൂൾസ് ഉണ്ടോ? നിയമമുണ്ടോ? ഉണ്ടോ? Say yes or no? No. She said no. No rules. Wow, very good. What a family. No. Hallelujah. Family also has rules, right? പക്ഷേ കുടുംബത്തിലും ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, ചിലത് ചെയ്യരുതെന്ന് അവർ പറയാറുണ്ട്. ചില കാര്യങ്ങൾ ചില സമയത്ത് നമ്മൾ ചെയ്തേ ഒക്കത്തുള്ളൂ. അത് മാതാപിതാക്കൾ. Entertainment, do you have rules? എന്റർടൈൻമെന്റ്, നിങ്ങൾ കാണുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് റൂൾസ് ഉണ്ടോ? നിയമമുണ്ടോ? Or you can watch anything in television and social media. ടിവിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കാണാൻ ഒക്കുമോ? പറ്റുമോ? സമ്മതിക്കുമോ? Even if it is beyond 18 years. 18 വയസ്സിന് മേളിൽ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും കാണാനും എല്ലാത്തിലും. മൈ ഡാഡ് ഓക്കെ. സോ എല്ലാത്തിലും നമുക്ക് നിയമങ്ങളുണ്ട്. In your relationship, do you have rules? ബന്ധങ്ങളില് കൂട്ടുകാര്, ആരെയും നമുക്ക് കൂട്ടുകാരാക്കാൻ ഒക്കുമോ? God has placed standards in this life, in these areas of our life. ഈ തലങ്ങൾ, ഈ 5 തലത്തിൽ ദൈവം നമുക്ക് ചില ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ട്, മൂല്യം വെച്ചിട്ടുണ്ട്. If we miss, അത് നമ്മൾ മിസ് ചെയ്താൽ, അത് നമ്മൾ മറന്നുപോയാൽ, we are lost. നമ്മൾ നഷ്ടപ്പെട്ടു പോകും. This incident which happened in the year 2010. 2010 നടന്ന ഈ ഒരു സംഭവം, flight left from Dubai. ദുബായിൽ നിന്ന് ആ പ്ലെയിൻ അങ്ങോട്ട് തുടങ്ങി to come to the Mangaluru airport, not the Mangaluru. Bangalore അല്ല, മംഗളൂരു എയർപോർട്ടിലേക്ക് വരുവാൻ. And the Mangalore airport is on the hilltop. അതൊരു മംഗളൂരു എയർപോർട്ട് ഒരു മലയുടെ മുകളിലാണ്. And the flight journey was very comfortable, very pleasant. ആ യാത്ര നല്ല സുഖകരമായ ഒരു യാത്രയായിരുന്നു. 3.5 hours of a journey. 3.5 മണിക്കൂർ ആ യാത്ര. No hindrance. ഒരു തടസ്സമില്ല. A very pleasant journey. നല്ല യാത്ര. Now in a flight journey, ഒരു യാത്രയില് when you have to come to when you're landing down, നമ്മൾ താഴോട്ട് വരുന്ന സമയത്ത് there is something what is called as a touchdown mark. ഒരു ടച്ച് ഡൗൺ മാർക്ക്, തൊടാവുന്ന, നിങ്ങൾ അവിടെ തൊട്ടേ ഒക്കത്തുള്ളൂ, പ്ലെയിൻ അവിടെ ഇറങ്ങിയേ ഒക്കത്തുള്ളൂ. അങ്ങനത്തെ ഒരു മാർക്കുണ്ട്. This journey was very beautiful. നല്ല യാത്രയായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നല്ലോ അല്ലേ, നല്ല യാത്ര. This flight missed the touchdown mark probably by some centimeters or whatever. ഒരു ചെറിയ ദൂരത്തിൽ അത് ഇറങ്ങേണ്ടിയെടുത്തത് ഇറങ്ങിയില്ല, ഇച്ചിരി ഒന്ന് തെന്നി മാറി. Just a whisker. ചെറിയ just missed that touchdown mark. അത് അതങ്ങ് മിസ് ചെയ്തു. ആ എത്തേണ്ട സ്ഥലം അതങ്ങ് മിസ്സായി. And as I mentioned, it is on the hilltop. ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു മലയുടെ മുകളിലാണ്. The pilot could not control. പൈലറ്റിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. And the result was May 23rd, 2010, 158 lives were lost just because of that missing that touchdown mark. 2010 മെയ് 23 158 പേരാ
മരിച്ചത്. കാരണം ആ ടൈം, ആ കറക്റ്റ് സ്ഥലത്ത് അവർക്ക് ഇറങ്ങാൻ പറ്റാനുണ്ട്. ചെറിയ ചെറിയ ഒരു പൊടി ലൈൻ അവർ അങ്ങോട്ട് മാറി. And sin comes just like that in our life. പാപവും അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. Remember, our habits are by our own choice. നമ്മുടെ ശീലങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത്. Habits turns into addiction. ഈ ശീലങ്ങൾ നമ്മളെ ഒരു ആസക്തിയായി മാറ്റും. നമുക്ക് അതിൽ നിന്ന് മാറാൻ ഒക്കത്തില്ല. Addiction begins to control our time, behavior, attitude and our destiny. എന്നിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം? ആ ആസക്തി നമ്മുടെ സമയം, കഴിവ് എല്ലാം തന്നെ നശിപ്പിക്കുന്നു. I am going to tell you story of David again. ദാവീദിന്റെ സ്റ്റോറി, കഥ പറയാൻ പോകുന്നു. And this is not the common story that you might have heard. നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു സാധാരണമുള്ള ഒരു കഥയല്ല. We have heard about David and Goliath. ദാവീദും ഗോലിയാത്തിന്റെ കഥ നമ്മൾ We have also heard that Prophet Samuel coming and anointing David to be the next king. ശമൂവേൽ പ്രവാചകൻ വന്നിട്ട് ദാവീദിനെ ഇങ്ങനെ അനോയിന്റ് ചെയ്ത് അഭിഷേകം ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. You know, with one reason that God sent Samuel. ഒരു കാരണം ശമൂവേൽ പ്രവാചകനെ വിടാനുള്ള കാര്യം രാജാവാക്കാൻ വേണ്ടിയല്ലേ? The Lord has sought out a man after his own heart. 1 ശമൂവേൽ 13:14 ശമൂവേലിനെ ദാവീദിന്റെ അടുത്തോട്ട് വിടാനുള്ള കാരണം ദൈവം കണ്ടു, ഈ ദാവീദ് അദ്ദേഹത്തിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ഒരു മനുഷ്യനാണ്. In the Bible, God did not tell about anybody else except for David. He mentioned this. ദാവീദിനെ കുറിച്ച് അല്ലാതെ ദൈവം വേദപുസ്തകത്തിൽ ആരെ കുറിച്ചും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അവൻ എന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന മനുഷ്യൻ. What could that overwhelming moment would be for David, that God is telling about him that he is a man after my own heart. അയ്യോ, ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ദാവീദിന് അത് എന്തോ ഒരു അത്ഭുതം തോന്നിക്കാണും. സൃഷ്ടിച്ച വലിയ ദൈവം വന്ന് പറയുന്നത് എന്തുവാ? നീ എന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന മനുഷ്യൻ. We also saw that King Saul was hunting for David. നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ശൗൽ രാജാവ് ഈ ദാവീദിനെ കൊല്ലാൻ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. Because he knew that he was the next king. അടുത്ത രാജാവാകുന്നു എന്ന് മനസ്സിലായപ്പോഴേ ശൗലിന് ദേഷ്യമായി. But today's topic is about David and Bathsheba. പക്ഷെ ഇന്നത്തെ ടോപ്പിക് ദാവീദും ബത്ശേബയെ കുറിച്ചാണ്. And this was the time when David appointed his favorite man Joab and sent him with his army for war. ഒരു യുദ്ധത്തിന് അദ്ദേഹത്തിന് ട്രസ്റ്റ് ചെയ്യാവുന്ന അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരനെ ജോബിനെ അങ്ങോട്ടൊന്ന് വിട്ടിരിക്കുക. യോബിനെ and the army went and they were fighting. അവർ യുദ്ധത്തിൽ ഇങ്ങനെ എന്താ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. യുദ്ധം. David did not go. ദാവീദ് എന്നാ പോയില്ല. He should have gone. ദാവീദ് പോകേണ്ടതായിരുന്നു. He was relaxing in his mansion. പക്ഷേ വീട്ടില് നല്ലായിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കുകയായിരുന്നു. Now listen carefully. ഇനി ശ്രദ്ധിക്കുക. Listen carefully. കേൾക്കുക. David was relaxing. ദാവീദ് വിശ്രമിക്കുകയായിരുന്നു in his mansion. അദ്ദേഹത്തിന്റെ വീട്ടിൽ. And he was wandering. ഇങ്ങനെ നടക്കുകയായിരുന്നു. He didn't have any work. ഒരു ജോലിയില്ല. His enemy, his army was fighting against the enemy. അദ്ദേഹത്തിന്റെ ആർമി സൈന്യം ശത്രുക്കളോട് ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. But something happened. പക്ഷെ എന്തോ ഒന്ന് സംഭവിച്ചു. The eye gate. കണ്ണ് അദ്ദേഹത്തിന്റെ കണ്ണ് he saw something. എന്തോ ഒന്ന് കണ്ടു. എന്തോ ഒരു കാഴ്ച കണ്ടു. Oh, that was the way sin entered. ആ വഴിയിലൂടെ ആ പാപം അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചത്. There are many things through mobile, through social media that enters through our eye gate. ഈ മൊബൈൽ ഫോണിലൂടെ പല കാര്യങ്ങൾ നമ്മുടെ കണ്ണിലൂടെ ഉള്ളിലേക്ക് എത്താറുണ്ട്. It's after the action that follows. അത് കഴിഞ്ഞിട്ട് കണ്ണിലൂടെ ആദ്യം കാണുന്നത്, അതിനുശേഷം പല കാര്യങ്ങൾ സംഭവിക്കുന്നു. That exactly happened with David. ദാവീദിലും അത് തന്നെ സംഭവിച്ചു. Through the eye gate. കണ്ണിലൂടെ he saw Bathsheba bathing. അദ്ദേഹം കണ്ണിലൂടെ കണ്ടു ബാത്ശേബ കുളിക്കുന്നത്. And he got attracted. അത് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന് അതങ്ങ് ഇഷ്ടപ്പെട്ടു. If at all he would have said no, that's not correct, and he would have gone away,
probably this chapter wouldn't have been there. ഈ ഒരു ചാപ്റ്റർ ബൈബിളിൽ ഉണ്ടായിരിക്കത്തില്ല. അദ്ദേഹം ഇത് കണ്ടിട്ട് ഇല്ല 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 ഇത് ഞാൻ കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് പോയായിരുന്നെങ്കിൽ നമുക്ക് ആ ചാപ്റ്റർ കാണത്തില്ല, അധ്യായം. Just a whisker moment. പക്ഷേ ഒരു ചെറിയ ചെറിയ തെറ്റിപ്പോയ ഒരു പോയിന്റ് അല്ലേ, Where the fall happened for David. ആ ദാവീദ് വീഴാനായിട്ട് ഒരു ചെറിയ സംഭവമാണ്. He called her അദ്ദേഹം ബത്ശേബയെ വിളിക്കുന്നു and had a wrong relationship with her. അവളുമായിട്ട് ഒരു വേറെ ബന്ധത്തിലേക്ക് ഏർപ്പെട്ടു. Sent her back. അവളെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. Found out that she's married. അറിഞ്ഞു അദ്ദേഹം ഈ സ്ത്രീ വിവാഹിതയാണ്. Called her husband Uriah the Hittite. ഊരിയാവിനെ വിളിക്കുന്നു, ഭർത്താവിനെ വിളിക്കുന്നു. Oh, he made him drink wine and gave him all the things that the food was served at the table. ആ മേശപ്പുറത്തുള്ള എല്ലാം വീഞ്ഞെല്ലാം ഈ ഊരിയാവിന് കൊടുത്തു. Why is David doing all this thing just for this soldier? എന്തിനാ ഇത് ഒരു പട്ടാളക്കാരനോട് ഇങ്ങനെയെല്ലാം ചെയ്യുന്നേ? He is trying to hide something. അദ്ദേഹം എന്തോ ഒന്ന് പാത്ത് വെക്കാൻ ശ്രമിക്കുക. But Uriah does not know about it. ഊരിയാവിന് ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. David says, go to your home. ദാവീദ് പറയുന്നു, നിന്റെ വീട്ടിലോട്ട് പൊക്കോ, and be with your wife. നിന്റെ ഭാര്യയോട് കൂടെ പൊക്കോ. And there was something that is working in David's mind that time. അന്നേരം ദാവീദിന്റെ മനസ്സിൽ എന്തോന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. But Uriah did not go home. He lay down at the door. ഊരിയ വീട്ടിലേക്ക് കയറിയില്ല, വീടിന്റെ വെളിയിൽ അദ്ദേഹം അവിടെ. So David found out again, oh, he did not go home. Then again, second time he brought him and again served him wine and made him drink. രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ദാവീദ് അത് തന്നെ ചെയ്തു. ഊരിയാവിനെ വിളിച്ചു, ഇത് വീഞ്ഞു കൊടുക്കുന്നു, വീണ്ടും പോയി കിടക്കാനായിട്ട് പറയും. Second time also his plan failed. രണ്ടാമത്തെ പ്രാവശ്യം ദാവീദിന്റെ പ്ലാൻ അങ്ങ് തെറ്റിപ്പോയി, ഫെയിൽ ആയിപ്പോയി. Now David wrote a letter to his commander. എന്നിട്ട് ദാവീദ് അദ്ദേഹത്തിന്റെ കമാൻഡറിന് ഒരു എഴുത്ത് എഴുതി. Make Uriah stand at the forefront of the war. ഊരിയാവിനെ ആ യുദ്ധത്തിന്റെ മുന്നിലെ അദ്ദേഹത്തെ നിർത്തണം എന്ന് പറഞ്ഞു. Why? എന്തിനാ? What is the reason? കാര്യം എന്തായിരിക്കും? Is he a ferocious fighter? ആ ഭയങ്കര ശക്തിയുള്ള ഒരു യുദ്ധ യോദ്ധാവാണോ? David is trying to do something so that his sins may not be revealed. ദാവീദിന്റെ പാപം ആരും അറിയരുത്, അതിനുവേണ്ടി ചെയ്ത ഒരു പ്ലാനാണ്. And Uriah is killed in the war. ഈ യുദ്ധത്തില് ഊരിയാവ് മരിക്കും. Oh, now David is free. ദാവീദ് അങ്ങ് ഫ്രീ ആയല്ലോ, ആരും അറിയത്തില്ല. The next step is David gets Bathsheba as his wife. അപ്പൊ അടുത്ത പടി എന്തുവായിരുന്നു? ബാത്ശേബയെ സ്വന്തമാക്കി ഭാര്യയാക്കി തീർത്തു. Done with it. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഓർത്തു എല്ലാം. I am the king. Who's going to question me? ഞാൻ രാജാവാ, ആരാ എന്നോട് ചോദിക്കാൻ? Nobody has seen what I have done. ആരും കണ്ടിട്ടില്ല ഞാൻ ചെയ്തത്. Hey, nobody knows. ആർക്കും അത് അറിയത്ത് പോലും ഇല്ല. I am happy now. ഞാൻ ഭയങ്കര സന്തോഷവാൻ. But there comes പക്ഷെ ആ സമയത്ത് the man of God, ഒരു ദൈവ പുരുഷൻ അവിടെ എത്തുന്നു, prophet Nathan, നാഥാൻ പ്രവാചകൻ. and he rebukes അദ്ദേഹം David. ദാവീദിനെ വഴക്ക് പറയുന്നു. You have sinned against God. ദൈവത്തോട് നീ പാപം ചെയ്തു എന്ന് പറഞ്ഞു. And David immediately realized what he has done. ദാവീദ് അന്നേരം മനസ്സിലാക്കി, അയ്യോ അദ്ദേഹം ചെയ്ത ആ തെറ്റ് തിരിച്ചറിഞ്ഞു. And God, David's son dies. David's son dies. The first born. ആദ്യം ജനിക്കുന്ന ആ പൈതൽ മരണപ്പെട്ടു, മരിച്ചു. Why? എന്താ Because കാരണം? sin has its consequences. പാപത്തിന് അതിന്റെ ഒരു ഫലം. David repented. ദാവീദ് അനുതപിച്ചു. David repented. He cried out to God, saying, God, I have sinned against you. കരഞ്ഞു പറഞ്ഞു, ദൈവമേ നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. But sin has its consequences. പക്ഷേ പാപത്തിന് അതിന്റെ ഒരു ഫലമുണ്ട്. Even God forgives us. ദൈവം നമ്മളെ ക്ഷമിക്കുന്നു. Wrong actions has lasting results. പക്ഷേ നമ്മൾ ചെയ്യുന്ന തെറ്റ് കാര്യങ്ങൾ അതിനും അതിൻ്റെതായ ഒരു ഫലം ഉണ്ട്. Remember, no one is above the rule. ഓർക്കുക, ആരും തന്നെ നിയമത്തിന്റെ മുകളിലല്ല. Any leader, any king, whoever. ആരാണേലും, ഒരു ലീഡർ ആണേലും മന്ത്രിയാണേലും ആരാണേലും, everybody are subject to God's rule. എല്ലാവർക്കും ദൈവത്തിന്റെ നിയമം അനുസരിച്ചേ ഒക്കൂ. Do not hide your mistakes. നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ ഒളിച്ചു വെക്കരുത്. Don't try to cover up your sins like David did. ദാവീദ് ചെയ്ത പോലെ പാപം ഇങ്ങനെ മറച്ചു വെക്കാൻ ശ്രമിക്കരുത്. Through the eye gate.
നമ്മുടെ കണ്ണിലൂടെ the action followed. നമ്മൾ കണ്ണിലൂടെ കാണുന്നത്, പിന്നെ നമ്മൾ ചെയ്യും, പല കാര്യങ്ങൾ Committed ചെയ്യും. adultery. അദ്ദേഹം പാപം ചെയ്തു, തെറ്റ് ചെയ്തു, വ്യഭിചാരം ചെയ്തു. Lies followed. അത് കഴിഞ്ഞിട്ട് പാപം, കള്ളം പറയാൻ Murder തുടങ്ങി, followed. കൊല്ലാൻ തുടങ്ങി. Covering up all sins. എല്ലാ പാപങ്ങൾ ഇങ്ങനെ പാത്ത് പൊതിഞ്ഞു വെക്കുമായിരുന്നു. But one thing very evident is the power of repentance. പക്ഷേ ഒരു കാര്യം വളരെ ശക്തമായിട്ട് പറയുന്നു, അനുതപിക്കുന്നത് ഒരു വലിയൊരു ശക്തിയാണ്. As David repented, ദാവീദ് സോറി പറഞ്ഞതുപോലെ God is watching all of us, ദൈവം നമ്മളെ എല്ലാരെയും നോക്കുക, including our actions. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ Everything. എല്ലാം തന്നെ ദൈവം നോക്കുന്നു. Like David, avoid idleness. ദാവീദ് ചെയ്തതുപോലെ ചുമ്മാതെ അങ്ങോട്ട് ഇരുന്ന് സമയം കളയരുത്. Be productive. എന്തെങ്കിലും നല്ല കാര്യങ്ങളിൽ നിങ്ങൾ ഏർപ്പെടണം. Invest yourself when you are feeling that idleness. Invest yourself in doing something productive, something good. നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് തോന്നുന്ന സമയത്ത് ഒന്ന് ഉണർന്നിരുന്ന് എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. God's mercy and grace. ദൈവത്തിന്റെ കൃപ, despite David's terrible action, ദാവീദിന്റെ ഈ വലിയ പാപം ഉണ്ടെങ്കിലും God still continued to use him. ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. Because he repented. കാരണം ദാവീദ് ദൈവത്തോട് സോറി പറഞ്ഞു. This is the verse that we are going to learn today. ഈ വാക്യമാ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നേ. Psalms 139 verse 23 and 24. സങ്കീർത്തനം 139 23 മുതൽ 24. Can you repeat? ദൈവമേ, എന്നെ ശോധന ചെയ്ത് സ്പീഡിൽ എന്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. All right. You need to memorize this verse. Today we will not be calling anybody to say the memory verse, but tomorrow we are going to ask for day 1, day 2 memory verse also. ആദ്യത്തെ ദിവസത്തെ രണ്ടാമത്തെ ദിവസത്തെ മനപ്പാഠ വാക്യങ്ങൾ നാളെ ചോദിക്കും കേട്ടോ, ഇന്ന് ചോദിക്കത്തില്ല. Because it is getting delayed. Yesterday we prayed for the nation of India. ഇന്നലെ നമ്മള് ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയാ പ്രാർത്ഥിച്ചത് അല്ലേ? Today we are going to pray for another prayer point. നമ്മൾ ഇത് രണ്ടാമത്തെ ഒരു പോയിന്റ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, that's child labor. കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് വേല ചെയ്യിപ്പിക്കുന്നതിന്റെ എതിരായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, And Chris is going to pray for it. Okay, who is that? Chris ആ പ്രാർത്ഥിക്കാൻ പോന്നെ. Can you close your eyes? കണ്ണുകൾ അടയ്ക്കാം. Dear Lord, thank you for this beautiful day. Thank you for helping us to come to Kottipandal Maraman Convention. Today we pray for children who are sick, scared or hurting. Protect children who are working when they should be playing. Protect children who are suffering from problems caused by social media. We pray for some all their activities, secretary actions, staffs, volunteers. Help us to come to the upcoming sessions of Kottipandal. In Jesus' name we pray, amen. Okay. Right. Every day we will have a prayer point, and we will have one of you to come and do the prayer. എല്ലാ ദിവസവും ഒരു പ്രാർത്ഥന വിഷയമുണ്ടാവും. നിങ്ങളിൽ ഒരാളായിരിക്കും പ്രാർത്ഥിക്കുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാട്ട് പാടി നമ്മളിന്ന് പഠിച്ച പാട്ട് നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് സ്തോത്രാഴ്ച എടുക്കാം. സോങ് ബുക്ക് നമുക്ക് അവൈലബിൾ ആണ്. കൂട്ടരെ ക്രിസ്തുവിൽ കർത്തൻ വഴിയിൽ നടന്നിടാൻ മുന്നിടും, കൈകൾ കോർത്തു പോയിടാം കർത്തനെ പിൻചെന്നിടാം, വളർന്നിടാം വിളങ്ങിടാം ക്രിസ്തുവിൽ. കൈകൾ കോർത്തു പോയിടാം കർത്തനെ പിൻചെന്നിടാം, വളർന്നിടാം വിളങ്ങിടാം ക്രിസ്തുവിൽ. പിന്തുടർന്നിടാം പിൻഗമിച്ചിടാം, പിന്നിലേക്ക് നോക്കിടാതെ ഓടിടാം. പിന്തുടർന്നിടാം പിൻഗമിച്ചിടാം, പിന്നിലേക്ക് നോക്കിടാതെ ഓടിടാം. ബഹുമാനപ്പെട്ട ജിജു ജോസഫ് അച്ഛൻ ഇപ്പോൾ പ്രാർത്ഥിക്കാം.
പ്രിയപ്പെട്ട കർത്താവെ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ രാവിലെ സമയം ഈ പന്തലിൽ ഞങ്ങൾക്ക് വന്ന് വചനം പഠിക്കുവാൻ തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങൾ വ്യസനത്തിലുള്ള മാർഗം ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ ഞങ്ങളെ നടത്തണമേ. ഞങ്ങൾ തെറ്റിപ്പോകുന്ന വഴികളുടെ മധ്യത്തിൽ തിരുത്തലുകൾ വരുത്തുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് തരുന്ന നല്ല ദർശനങ്ങൾക്കായും നല്ല ഉപദേശങ്ങൾക്കായിട്ടും സ്തോത്രം. CSSMനെയും സൺഡേ സ്കൂൾ പ്രസ്ഥാനങ്ങളെയും അതിനുപയോഗിക്കുന്നതിനായിട്ട് സ്തോത്രം. തെറ്റിപ്പോകുന്ന ലോകത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. തെറ്റാത്ത കർത്താവിനെ തിരിച്ചറിഞ്ഞ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. അവർക്ക് ബുദ്ധിയും ശക്തിയും നന്മയും അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യണമേ. മാതാപിതാക്കളെയും അവരുടെ അധ്യാപകരെയും പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലൂടെയും സ്നേഹവും സന്തോഷമൊക്കെ അനുഭവിക്കാനിടയാകണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല കൂട്ടുകാരെയും നല്ല അനുഭവങ്ങളെയും ദാനം ചെയ്യണമേ. നേതൃത്വം നൽകിയ എല്ലാവരെയും വാഴ്ത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. കർത്താവിൻ്റെ കൃപയും സമാധാന അനുഗ്രഹങ്ങളും വാഴുകളും നാം ഓരോരുത്തരും പ്രിയ കുഞ്ഞുങ്ങളോടും കൂടെ ഇരുന്ന് ഇപ്പോഴും നീക്കും വഴിയെടുത്ത് മാറാട്ടെ. എമിറേറ്റ്സിന്റെ മാർക്ക് നാളെ 50 മാർക്ക് കുറയുന്നതാണ്. പോകരുത്, പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടേ പോകാമെന്ന് പറഞ്ഞാൽ നിങ്ങളത് കേൾക്കുന്നില്ല. ഇവിടെ ഒത്തിരി പേര് പോയി. നാളെ